ഇന്ന് നമുക്ക് കടലിൻ്റെ സൗന്ദര്യം കാണാം. പൊന്നാനി കടപ്പുറത്തൂടെ നടന്നാൽ കാണാൻ പറ്റുന്ന മനോഹരമായ നിരവധി കാഴ്ചകളുണ്ട്. പക്ഷെ ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, സ്ക്രീനിൽ കാണുന്ന ഇത്ര മനോഹരമായ ദൃശ്യങ്ങൾ കാണണമെങ്കിൽ അതിരാവിലെ തന്നെ കടപ്പുറത്തെത്തേണ്ടി വരും. കടപ്പുറത്തെ മറ്റൊരു രസകരമായ കാഴ്ച മീൻപിടുത്തമാണ്. പലരും വിനോദത്തിന് വേണ്ടി തന്നെയാണ് മീൻ പിടിക്കുക. വീട്ടിൽ കൊണ്ട് സ്വന്തമായി പിടിച്ച മീൻ കറിവെച്ച് കൂട്ടുക എന്നതൊക്കെ മറ്റൊരു ഭയങ്കരമായൊരു അനുഭവമായിട്ടാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് പറയുന്നത്. ചിലർ ഇതുപോലുള്ള വടിയിൽ ഞണം കെട്ടിയിട്ട് അതിൻ്റെ തുമ്പത്തൊരു ഈയം വെച്ചിട്ട് ആ ഈയത്തിൽ മത്തിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മീൻ വെച്ചിട്ടാണ് മീൻ പിടിക്കുക. മറ്റു ചിലർ സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ വലയെറിഞ്ഞ് മീൻ പിടിക്കും. കാണാൻ നല്ല രസമുണ്ട്. വാഗമണിലെയും ഊട്ടിയിലെയും പൈമരക്കാട് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ പൊന്നാനി കടപ്പുറത്തെ ഈ പൈമരക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് തന്നെയാണ്. തൊട്ടപ്പുറത്ത് കടലാണ്, ഇപ്പുറത്തെ പൈമരക്കാടാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കടലിൽ നിന്നുള്ള കാറ്റടിക്കുമ്പോൾ പൈമരത്തിൻ്റെ ഇലകൾ തമ്മിൽ കൂട്ടിയിടിച്ചുള്ള ഒരു ശബ്ദം, ഒരു പാട്ട് കേൾക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. മലപ്പുറത്ത് കറങ്ങാൻ വരുന്നവർ പൊന്നാനി കാണാതെ പോകാറില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇനി പോകരുത്. മലപ്പുറത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും കിടക്കുന്നത് ഈ കടപ്പുറത്താണ്. ഇനിയുമുണ്ട് കാണാൻ സൗന്ദര്യമുള്ള കുറേയേറെ സ്ഥലങ്ങൾ മലപ്പുറത്ത്. മറ്റൊരു ദിവസം അതുമായി വരാം. വണക്കം.